നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തലകറക്കത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ സുകേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഒരു പ്രാവശ്യമെങ്കിലും തലകറക്കപ്പെടാൻ അല്ലെങ്കിൽ തലകറക്കം അനുഭവപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുമ്പോഴോ ഒക്കെ തലകറങ്ങുന്ന ഒരു രസമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് പോകുന്ന പോലും നമ്മുടെ ഏതെങ്കിലും സ്ഥലത്ത് ചില തലകറങ്ങുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കളികളിലായിരിക്കും ഏർപ്പെടുക എന്ന് പറയുന്നത്. എപ്പോഴാണ് തലകറക്കം നമ്മൾ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്? ഈ പറയുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും വരുന്ന തലകറക്കം ശരിക്കും ഒരു തലകറക്കമായിരിക്കില്ല, അതൊരു തലചുറ്റലായിരിക്കും. അതെ, നമ്മൾ താൽക്കാലികം കൂടുതൽ കളിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ നമ്മുടെ ജലാംശം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷനിലോട്ട് നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ ജലാംശം നഷ്ടപ്പെട്ട് നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് രക്തസംക്രമണം കിട്ടാതെ വരുന്നൊരവസ്ഥയാണ് തലചുറ്റൽ. പക്ഷേ തലകറക്കം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മുറിയോ ചുറ്റുമുള്ള വസ്തുക്കളോ ആകെ മൊത്തം കറങ്ങുന്നൊരവസ്ഥ. അത് വളരെ നിസ്സാരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് കാര്യമായ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും. ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് യിലൊക്കെ ഉണ്ടെങ്കിൽ ചില കുട്ടികളെങ്കിലും ഈ അസംബ്ലിയിൽ തല ചുറ്റി താഴെ വീഴാറുണ്ട്. അപ്പോൾ അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം തല കറങ്ങി വീഴുന്നു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ വളരെ നോർമലായിട്ട് അവർക്ക് ഒരു ദിവസത്തെ റെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. ഇല്ലെങ്കിൽ കൂടി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പ്രശ്നമാണോ? അത് മിക്ക കുട്ടികൾക്കും സീരിയസ് ആയിരിക്കില്ല. അവർ മിക്കവാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ആയിരിക്കും വരുന്നത്. വെയിലത്ത് പല അസംബ്ലികളും മണിക്കൂറുകളോളം നീണ്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് വരുന്ന ഒരവസ്ഥ മാത്രമാണത്. പക്ഷേ ചില കുട്ടികൾക്ക് അല്ലാതെ തന്നെ പല പ്രശ്നങ്ങളും കാണാം. BP യുടെ പ്രശ്നം കാണാം, ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ, സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിപ്പിക്കേണ്ടതാണ്. എല്ലാ തലകറക്കവും നമുക്ക് ഒരുപോലെ തന്നെ കാണാൻ സാധിക്കുമോ, അതോ ഈ തലകറക്കം എന്ന് പറയുന്നത് പല അസുഖങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയാൽ തലകറക്കം വരാം, പ്രഷർ കുറഞ്ഞാൽ തലകറക്കം വരാം. ചില നിസ്സാര രോഗങ്ങൾ നമ്മൾ കരുതുന്ന ഹൈപ്പോതൈറോയിഡിസം, അതും പലതും തലകറക്കുന്നതിന് പ്രശ്നമായിട്ട് വരാം. ഈവൻ ഡയബറ്റിക് രോഗികൾ, പ്രമേഹം കൺട്രോൾ അല്ലെങ്കിൽ അത് തലകറക്കമായിട്ട് തന്നെ വന്ന് നമ്മുടെ മുമ്പിൽ ഭാവിക്കാറുണ്ട്. ഈവൻ ഹൈപ്പോഗ്ലൈസീമിയ, പ്രമേഹം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയും തലകറക്കമായിട്ട് തന്നെ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾക്കും മറ്റും കണ്ടുവരാറുള്ളത് അനീമിയ, രക്തക്കുറവ്, വളരെ സ്ഥായിയായ അനീമിയ നമ്മുടെ തലച്ചോറിലോട്ട് കൃത്യമായ ഹീമോഗ്ലോബിൻ കൊണ്ട് എത്തിക്കാതെ വരികയും ഓക്സിജനേഷൻ്റെ കുറവ് കൊണ്ട് നമുക്ക് തലചുറ്റലോ തലകറക്കവുമായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. സാർ, തലകറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക കുറച്ച് ആൾക്കാരെങ്കിലും പറയാറുള്ളത് തല പ്രത്യേക പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ തലകറക്കം വരും, ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടബിൾ ആവും. ഇത്തരം പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന തലകറക്കം ഉണ്ടോ യഥാർത്ഥത്തിൽ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ ENT OPകളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ OPകളിലും വരുന്ന രോഗികൾക്ക് അവർ പറയും, ഡോക്ടറെ ഞങ്ങൾ എണീക്കുമ്പോൾ ഒരു വശം ചരിഞ്ഞെണീക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് തലകറക്കം വരും. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബിനൈൻ പൊസിഷണൽ വെർട്ടിഗോ, അതായത് ഒരു പൊസിഷനിൽ മാത്രം ചരിയുമ്പോൾ ഉള്ള തലകറക്കം. ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു ദ്രാവകമുണ്ട്, 3 ചെറിയ എല്ലുകളുണ്ട്, പിന്നെ അവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന കുറേ ഞരമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിൽ വരുന്ന ഒരു പ്രശ്നം, കാരണം ഈ ബെനൈൻ പൊസിഷണൽ വെർട്ടിഗോ വരുന്ന രോഗിക്ക് നമ്മുടെ ചെവിക്കകത്തുള്ള ആ ഒരു ഘടനയ്ക്കുള്ളിൽ ചെറിയ തരുതരുത്ത കാൽഷ്യം പാർട്ടിക്കിൾ കിടക്കും. അപ്പോൾ ഈ കാൽഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചരിയുമ്പോൾ നമ്മുടെ ഞരമ്പിനെ വന്ന് തട്ടുകയും അതിൻ്റെ തൽഫലമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ വരികയും ചെയ്യും. പക്ഷേ ഈ ബെനൈൻ വെർട്ടിഗോ കൂടുതൽ സമയം നിൽക്കില്ല, ഒരു 2 മിനിറ്റോ ഈവൻ 5 മിനിറ്റോ വരെ നിൽക്കാം. പക്ഷേ രോഗിക്ക് അത് കൃത്യമായ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. രോഗി പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്ന രോഗിയാണെങ്കിൽ ആ ജോലിക്കിടയിൽ അവന് വിട്ടുവിട്ട് തലകറക്കം വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ബെനൈൻ പൊസിഷണൽ വെർട്ടിഗോ നമ്മൾ രോഗിയോട് പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു വശം, ആ ഒരു പൊസിഷൻ നോക്കി എണീക്കുക, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ശ്രദ്ധിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഈവൻ അതിൻ്റെ ചികിത്സയ്ക്ക് പോലും, തലകറക്കത്തിന് കൊടുക്കുന്ന ചികിത്സയ്ക്കുപരി ആ ഒരു ചെറിയ എക്സസൈസുകൾ രോഗിയുടെ ചെവിക്കും രോഗിയുടെ ബാക്കി ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഞങ്ങൾ കൊടുക്കുന്നതാണ്. തലകറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചില ആൾക്കാർക്ക് പറയാറുണ്ട്, ചില രീതിയിലുള്ള മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൈക്യാട്രിക് ഇൽനസ് ഉണ്ടാകുന്ന ആൾക്കാർ, മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആൾക്കാർ, അപ്പോൾ ഇത്തരം ആൾക്കാരും തലകറക്കത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റായിട്ട് തലകറക്കം വരുമോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. കാരണം നമ്മൾ ഈ മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം ആൾക്കാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തലച്ചോറിനകത്ത് അവർക്കൊരു മയക്കം പോലത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ. പല സൈക്കോളജിക്കൽ രോഗങ്ങൾക്കും കൊടുക്കുന്ന മരുന്നുകൾ, അതും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഇറിറ്റബിൾ സ്റ്റേറ്റിൽ നിന്ന് തലച്ചോറിനെ ശാന്തമാക്കാൻ കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇതേ മരുന്നുകൾ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളുടെ പല ഞരമ്പുകളെയും തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തലച്ചോറിൻ്റെ മറ്റേ ഞരമ്പുകളുടെ ആക്ടിവിറ്റി കൂടുകയും രോഗിക്ക് ഒരു വിധത്തിലുള്ള തലകറക്കം ഉണ്ടാവുകയും ചെയ്യും.
പലപ്പോഴും ഈ രോഗികൾ കൂടുതൽ നേരം ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യും. അപ്പോൾ ഉറക്കം ഉണർന്നു കഴിയുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് കൂടുതൽ തലകറക്കം വന്ന് ഭവിക്കാറുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ശരിക്കും ഒരു മാനസിക രോഗം തന്നെ വരണമെന്നില്ല. ചെറിയൊരു ടെൻഷനോ ആൻസൈറ്റി ഉള്ളവർക്ക് ഈവൻ നമ്മൾ പോലും പലപ്പോഴും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ഒരു തലചുറ്റൽ അനുഭവപ്പെടാറുണ്ട്. ഇത് ശരിക്കുമുള്ള തലകറക്കം തന്നെ ആവണമെന്നില്ല, ചെറിയൊരു തലചുറ്റൽ തന്നെ ആയിരിക്കാം.